നമസ്കാരം. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ മുന്നിൽ നിർത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ മിന്നൽ ആക്രമണം. മധ്യ ഇറാനിലെ ഖൊണ്ടാബിലുള്ള തന്ത്രപ്രധാനമായ യുറേനിയം സംസ്കരണ പ്ലാന്റിന് നേരെയാണ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയത്. ആക്രമണത്തിൽ ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്ഥിരീകരണം ഉണ്ടെങ്കിലും തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് മേഖലയെ പ്രക്ഷുബ്ധമാക്കുകയാണ്. ഇസ്രായേലിന്റെയും യുഎസിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ഭീഷണിക്കൊപ്പം ലോകത്തിന്റെ ചരക്കു നീക്കത്തെ മുൾമുനയിൽ നിർത്തുന്ന പ്രഖ്യാപനവും ഇറാൻ നടത്തിക്കഴിഞ്ഞു. യുഎസ് ഇസ്രായേൽ പക്ഷപാത രാജ്യങ്ങളിലേക്കുള്ള ഒരു കപ്പലിനെയും ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ കർശന നിലപാട്. ഇറാന്റെ ആണവ സ്വപ്നങ്ങളുടെ ഹൃദയമിടിപ്പായ ഖൊണ്ടാബ് പ്ലാന്റ് ലക്ഷ്യമിട്ടതിലൂടെ വലിയൊരു പ്രകോപനത്തിനാണ് ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇറാന്റെ വിവാദമായ ആണവ പദ്ധതിയിൽ ഖൊണ്ടാബിന് സവിശേഷമായ സ്ഥാനമാണുള്ളത്. അറാഖ് ഹെവി വാട്ടർ റിയാക്ടറിനോടനുബന്ധിച്ചുള്ള ഈ പ്ലാന്റ് യുറേനിയം സംസ്കരണത്തിലും ഐസോടോപ്പ് നിർമ്മാണത്തിലും നിർണായക പങ്കുവഹിക്കുന്നു. സാധാരണഗതിയിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും